കേരളത്തിൽ നിലവിലുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവിനും നൽകാത്ത സ്വീകാര്യതയാണ് വി.എസ്. അച്യുതാനന്ദന് ജനം നൽകുന്നത്. വി.എസ്. പങ്കെടുത്ത പരിപാടിയിൽ എത്തിച്ചേരാനും അഭിവാദ്യമർപ്പിക്കാനുമായി യുവാക്കൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള പ്രവർത്തകരും ജനങ്ങളും തിക്കിത്തിരക്കുന്നത് CPIM-ന്റെ പൊതുപരിപാടികൾ സ്ഥിരം കാഴ്ചയാവുകയാണ്. വയലാറിലെ രക്തസാക്ഷി അനുസ്മരണ വേദിയിലേക്കുള്ള വി.എസ്. അച്യുതാനന്ദന്റെ വരവാണിത്. തിരയിളകുന്നത് പോലെ വി.എസ്. കടന്നുവരുന്ന വഴികളിൽ പ്രവർത്തകർ ഇരമ്പിക്കൊണ്ടേയിരിക്കുന്നു. ഈ ആർത്തുലക്കലാണ് വി.എസ്. പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം. മറ്റെല്ലാ ശബ്ദങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അത് ഉയർന്നു കേൾക്കുന്നു. വേദിയിലെത്തിയ വി.എസ്. പ്രസംഗിക്കാനായി മൈക്കിന്റെ മുമ്പിൽ എത്തിയപ്പോഴും മുദ്രാവാക്യങ്ങളുടെ ആവേശം അടങ്ങിയിരുന്നില്ല. ഒടുവിൽ വി.എസ്. തന്നെ ഇടപെട്ടു. ഇന്ത്യയിലെ വൻകിട സ്വത്തുടമസ്ഥന്മാർ സമ്പാദിക്കുന്ന പണം ഒരു നയാ പൈസ പോലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഖജനാവിന് നൽകുന്നില്ല. അവരത് സ്വിസ് ബാങ്കിൽ അടച്ചിട്ട് നികുതി വെട്ടിപ്പ് നടത്തുകയാണ്. പ്രസംഗത്തിനിടയിൽ പ്രവർത്തകർ ആവേശ കൊടുമുടിയിൽ. ചിലരാകട്ടെ പ്രിയ നേതാവിന്റെ ഓരോ വാക്കും മൊബൈൽ ക്യാമറകളിൽ പകർത്താനുള്ള തിരക്കിൽ. വിമർശനങ്ങൾ എന്തുമാവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വി.എസ്. അച്യുതാനന്ദൻ അനിശ്ചിതനായ നേതാവ് തന്നെ. ആലപ്പുഴയിൽ വയലാറിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.